ഏറ്റവും ആദരണീയായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ചേച്ചി, ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത രാജാക്കാട് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ്, ഈ വാർഡ് മെമ്പർമാരായിട്ടുള്ള ചേച്ചി, ബുഞ്ചിറ്റി എസ് ഉൾപ്പെടെ ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളെ, കുട്ടികൾ, നമുക്കറിയാം കുട്ടികളുടെ ഒരു അവധിയൊക്കെ കഴിഞ്ഞ ഒരു പുതിയ കാൽവെപ്പുമായി അല്ലെങ്കിൽ പുതിയ അധ്യയന വർഷം തുടങ്ങിയ കുട്ടികളെല്ലാം പോവുകയാണ്. അപ്പോൾ തന്നെ ഇവിടെ ബന്ധുക്കൾ സൂചിപ്പിച്ചുള്ള 8 കുട്ടികൾ അംഗൻവാടിയിൽ പ്രവേശനം നേടി അവരുടെ പഠനം പൂർത്തിയാക്കിക്കൊണ്ട് 8 പിള്ളേർ ഇവിടുന്ന് പോവുകയാണ്. കാരണം അംഗൻവാടി വരുന്ന പിള്ളേർക്കും അതിൻ്റെതായ അറിവുകൾ ഈ ടീച്ചർമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ചെറുപ്പത്തിൽ ഒരു കുട്ടീനെ അംഗൻവാടി കൊണ്ട് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ കാരണന്മാർ ഉത്തരവാദിത്തോടുകൂടി ഇവരെ രണ്ടുപേരെ ഏൽപ്പിക്കുമ്പോൾ ഈ കുട്ടികളെ വളരെ വൃത്തിയുമയമായി കൊണ്ടു നടക്കുന്നതിനും ഇവർ ആ ശീലങ്ങൾ പഠിപ്പിക്കുന്നതിനും ഇവർ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സഖ്യാറ്റി പറഞ്ഞ തന്നെ രായക്കാട് പഞ്ചായത്തിൻ്റെ വളർന്നു വരുന്ന തലമുറകളാണ് ഇവർ. നാളെ ഇവരൊക്കെ വേണം നമ്മുടെ രാജാക്കാട് പഞ്ചായത്തിൻ്റെ ഭരണസ്ഥാനത്തിൽ പരിശീലിച്ച് ഇതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും നമ്മളെ പോലെ പൊതുപ്രവർത്തകനായിട്ടും ഈ രംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇന്നത്തെ സമൂഹം കടന്നു പോകുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പേരിൽ പെട്ടുകൊണ്ട് കുട്ടികളെ മുഴുവൻ വശീകരിച്ചുകൊണ്ട് ചെറിയ മിഠായി മുതൽ തുടങ്ങി ഇന്ന് വളരെ വിപത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ആദരണീയായ പ്രസിഡന്റ് പറഞ്ഞൊരു പോയിന്റാണ്. കാരണം കൊച്ചു കുട്ടികൾ എന്നില്ല, ഇന്ന് സമൂഹത്തിൽ കുട്ടികളൊന്നും വലിയവരൊന്നും ഇല്ലാത്ത അവസ്ഥയിലോട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കുട്ടിയെ അംഗൻവാടിയിൽ വിടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കളെ കൊണ്ട് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഇവർ രണ്ടുപേരായാലും വിളിച്ച് എൻ്റെ കുട്ടി വന്നുവെന്ന് അന്വേഷിച്ച് എൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇനി വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികളെ നമുക്കറിയാം കിട്ടാൻ കിട്ടാത്തൊരവസ്ഥയിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് കാരണന്മാർ മനസ്സിലാക്കിക്കൊണ്ട് ഈ കുട്ടികളുടെ നല്ല ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഇവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ച് ഈ സമൂഹത്തിന് ഗുണമുള്ളവരായി തീർക്കുന്നതിന് വേണ്ടി കാരണന്മാരും ഒപ്പം ഇവിടെ നിൽക്കുന്ന ടീച്ചേഴ്സും സഹകരിക്കണം എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നടത്തിക്കൊണ്ട് അവർ ഉന്നതങ്ങളിലോട്ട് എത്തട്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ടും പുതിയതായിട്ട് വരുന്ന പിള്ളേർ നല്ല ഭാവി ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ പ്രവേശനോത്സവത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കും എൻ്റെ പേരിൽ വ്യക്തിപരമായവരും ഈ യോഗത്തിന് പേരും ആശംസ അറിയിക്കുന്നു. നന്ദി.